ഹലോ കൂട്ടുകാരെ, ഇന്ന് അമ്മ അച്ഛനും കൂടെ വയലിൽ പോയിട്ട് വന്നപ്പോഴേ ചുണ്ടയ്ക്ക പറിച്ചുകൊണ്ട് വന്നു കേട്ടോ. ചുണ്ടയ്ക്ക കാണാൻ ഗ്രീൻ പീസ് പോലെ ഇരിക്കും, പച്ച കളറാണ്. അപ്പോൾ ഇന്ന് ആലോചിച്ച് ചുണ്ടയ്ക്കത്തോരൻ തന്നെ വെക്കാമെന്ന്. അമ്മ പറഞ്ഞു അമ്മ വെച്ച് തരാമെന്ന് കേട്ടോ. അമ്മ വെച്ച് ചുണ്ടയ്ക്കത്തോരൻ ഇതിന് മുമ്പ് ഞാൻ കഴിച്ചിട്ടുണ്ട്, വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ആദ്യമായിട്ട് നമുക്ക് ചുണ്ടയ്ക്കയുടെ ഞെട്ടൊക്കെ ഒന്ന് കളയണം. ശേഷം ഒരു കല്ലേൽ വെച്ച് ചതച്ചെടുക്കണം. ചതച്ചെടുത്ത ചുണ്ടയ്ക്ക നമുക്കൊരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് മാറ്റാം. വെള്ളത്തിലേക്ക് മാറ്റിയ ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ പുറമേയുള്ള പാളി മാത്രമാണ് നമ്മൾ തോരൻ എടുക്കുന്നത്. അതുകൊണ്ട് 2-3 വെള്ളത്തിൽ കഴുകി അതിൻ്റെ കറയും അതിൻ്റെ അകത്തെ അരിയെല്ലാം ഒന്ന് കഴുകി കളയണം. നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചക്കക്കുരുവും കൂടെ കിട്ടി കേട്ടോ. ചക്കക്കുരുവും കിട്ടി, അമരയ്ക്കാപ്പയറും കിട്ടി. അമരയ്ക്കാപ്പയർ കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചക്കക്കുരുവും കൂടെ നമ്മൾ കൊത്തി അരിഞ്ഞ് ചെറുതായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഒരു സവാള മതിയാവും കേട്ടോ. സവാളയും കൂടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് കൊടുക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ചതയ്ക്കാനുള്ള ഐറ്റംസാണ് വേണ്ടുന്നത്. അരമുറി തേങ്ങ മതിയാവും. അരമുറി തേങ്ങ ചെരുവിയത്, ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, പിന്നെ എരിവിനും മണത്തിനും വേണ്ടിയിട്ട് 4-5 കാന്താരി മുളക് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അടുത്തായിട്ട് കല്ലേൽ വെച്ച് ചതയ്ക്കുന്നത് കേട്ടോ. കല്ലേൽ വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കൂടെ ചേർത്ത് നമ്മൾ കല്ലേൽ ചതച്ചെടുക്കുന്നുണ്ട്. ചതച്ചെടുത്ത അരപ്പ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. മാറ്റി കൊടുത്ത ശേഷം ആ കല്ലൊന്ന് കഴുകി അതിൻ്റെ വെള്ളവും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്കൊരു ഉരുളി എടുത്ത് അമരയ്ക്കാപ്പയറും ചക്കക്കുരുവും സവാള അരിഞ്ഞതും ചതച്ച് വെച്ച അരപ്പും കഴുകി എടുത്ത വെള്ളം 1 കപ്പ് ഉണ്ടാവും, വെള്ളം കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് അടച്ച് നമുക്ക് അടുപ്പിൽ വയ്ക്കാം. അടുത്തായിട്ട് നമ്മുടെ സ്പെഷ്യൽ താരമായിട്ടുള്ള ചുണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ചുണ്ടയ്ക്ക ഇട്ട് അടച്ച് ഒരു അരമണിക്കൂർ വേവിക്കുന്നുണ്ട്. കുറച്ച് വേവുണ്ട് കേട്ടോ. അരമണിക്കൂർ ആയതിനു ശേഷം നമുക്ക് മൂടി തുറന്ന് നോക്കാം. വെള്ളമെല്ലാം വറ്റി നല്ല ഒരു മണം വരുന്നുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങി വയ്ക്കാം. ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കടുക് വറുക്കാനുള്ളതെല്ലാം ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം, കടുക് ഇട്ട് കൊടുക്കാം, 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം വാങ്ങി വെച്ച തോരൻ നമുക്കതിലേക്ക് ഇട്ട് ഒന്ന് ചിക്കി എടുക്കാം. നന്നായിട്ട് വന്നിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്, വളരെ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഒരു ഇലയിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാണ് നമ്മുടെ ചുണ്ടയ്ക്ക തോരൻ. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകളെല്ലാം എനിക്ക് അയക്കണം. വീണ്ടും കാണാം.